ശ്രീ എ ജെ ജോർജിലേക്ക്. ശ്രീ എ ജെ ജോർജ്, ഈ കൊലപാതകത്തിന്റെ രക്തക്കറ പരിപൂർണമായും ആരോഗ്യവകുപ്പിന്റെ കൈകളിലും സർക്കാരിന്റെ കൈകളിലും തന്നെയല്ലേ പതിഞ്ഞിട്ടുള്ളത്? രോഹിണി, അത്യന്തം ദാരുണമായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാം ഈ ചർച്ച ഇന്നിവിടെ നടത്തുന്നത്. കേരള മനസാക്ഷിയെ ആകെ അക്ഷരികമായി ഞെട്ടിപ്പിച്ച ഒരു സംഭവം ആണ് എന്ന് തന്നെ പറയാം. അകാലത്തിൽ മരണമടഞ്ഞ തലയോലപ്പറമ്പിലെ ഒരു വീട്ടമ്മയായ ശ്രീമതി ബിന്ദുവിന്റെ ഓർമ്മയുടെ മുൻപിൽ ഞാൻ ആത്മാർത്ഥമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് സത്യസന്ധമായി പ്രാർത്ഥിക്കുന്നു. എന്തൊരു സങ്കടകരമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ 10:30 മണിക്ക് കേരളത്തിലെ പ്രശസ്തമായ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇന്ന് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ തെക്കേ അറ്റം വരെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വൈകാരികമായ പ്രതിഷേധ പ്രകടനങ്ങൾ. രാഷ്ട്രീയത്തിന് അതീതമായി ആ പ്രകടനങ്ങളെ കാണണം എന്നാണ് എനിക്ക് വിനീതമായി തുടക്കത്തിൽ പറയാനായിട്ടുള്ളത്. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരോഗ്യ മേഖലയിൽ ഇത്രയും കെടുകാര്യസ്ഥത, ഭരണത്തിൽ യാതൊരു തരത്തിലും കാര്യങ്ങൾ നിവർത്തിച്ചുകൊണ്ട് പോകാനുള്ള പാടവമില്ലായ്മ, ഒരു കാര്യത്തിലും ഉത്തരവാദിത്തം ഏൽക്കുവാനുള്ള ധാർമ്മികമായിട്ടുള്ള ധൈര്യം പോലും ഇല്ലാത്ത അവസ്ഥ, മേലധികാരികളുടെ മുൻപിൽ പോലും വേണ്ട രീതിയിൽ പരാതികൾ എത്തുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നതിലുള്ള അനവസരമായിട്ടുള്ള വീഴ്ചകൾ, ഇതുകൊണ്ടൊക്കെ തകർന്ന് തരിപ്പണമായ ഒരു ആരോഗ്യ മേഖല ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന ഒരു സ്ഥിരം പ്രയോഗത്തിലാണ് പലപ്പോഴും രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്തുകൊണ്ട് ഭരണപക്ഷത്തിന്റെ വാഴ്ത്തുപാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വാഴ്ത്തുപാട്ടുകാരെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആരോഗ്യ മേഖല കേരളത്തിലെ ആകമാനം കുട്ടിച്ചോറായിരിക്കുന്നത് എന്ന സംഭവങ്ങളാണ് ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ച ആ ഒരു ദാരുണമായ സംഭവത്തിന്റെ പശ്ചാത്തലം വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിനോടകം തന്നെ കേരളത്തിലെ പൊതുസമൂഹം അത് ഏതാണ്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇപ്പോൾ നേരത്തെ രോഹിണി തന്നെ സൂചിപ്പിച്ചതുപോലെ ഓരോ ന്യായീകരണങ്ങൾ പുതിയതായി കണ്ടെത്താനായി ഭരണകക്ഷികളും അവരോട് ഒട്ടി നിൽക്കുന്നതായിട്ടുള്ള ആളുകളും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ പറയുന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിക്കും ആകെയുള്ള ഭരണ സംവിധാനത്തിനും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല എന്നതാണ് പരമമായിട്ടുള്ള യാഥാർത്ഥ്യം. യഥായോഗ്യം കാര്യങ്ങൾ നിവർത്തിക്കുവാനുള്ള പ്രാഗൽഭ്യമില്ലായ്മയാണ് ഇതിൻ്റെ ഒക്കെ പ്രധാനമായിട്ടുള്ള കാരണം. ഇവിടെ നമ്മൾ കാണേണ്ടത് അവിടെയുള്ള ഈ ഒരു കെട്ടിടത്തെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള വിശദീകരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ കെട്ടിടം ഒഴിഞ്ഞ കെട്ടിടമായിരുന്നു, അവിടെ ആരും ഉപയോഗിക്കുന്ന കെട്ടിടമല്ല, അത് പൊളിച്ചു കളയാനായി വെച്ചതാണ്, അവിടെ കാര്യമായിട്ടുള്ള ആളുകൾ പ്രവേശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന ന്യായീകരണമാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ അവിടെ ചെന്നതായിട്ടുള്ള ആരോഗ്യമന്ത്രി നടത്തിയത്. ഒരു കാര്യം രോഹിണി ഓർക്കണം, ഈ ആരോഗ്യമന്ത്രി അവിടെ ഒന്നും കാര്യമായി സംഭവിച്ചില്ല, ഗൗരവമുള്ള അപകടം ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോഴും ആ തകർന്നു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ ഒരു പാവപ്പെട്ട വീട്ടമ്മ ശ്വാസം കിട്ടാതെ മരണത്തോട് മല്ലിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴും പറയുന്നത് എന്താണ് ആരോഗ്യമന്ത്രി? ആ കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, അതാരും ഉപയോഗിക്കുന്നില്ല, അവിടെ പ്രവേശിക്കുന്നില്ല. ആ കെട്ടിടത്തിനകത്തുള്ള ഒരു ശുചിമുറിയിൽ കുളിക്കാൻ കയറിയതായിട്ടുള്ള അവിടെ ഒരു ഓപ്പറേഷന് വിധേയനായ ഒരു മകളെ ശുശ്രൂഷിക്കാനായി ബൈസ്റ്റാൻഡറായി വന്ന ഒരു പാവപ്പെട്ട വീട്ടമ്മയാണ് 54 വയസ്സുകാരിയായ ബിന്ദു എന്ന തലയോലപ്പറമ്പ് സ്വദേശിനി ഇന്ന് ഈ തരത്തിൽ ദാരുണമായ അന്ത്യത്തിന് വിധേയമായത്. അപ്പോൾ നോക്കണം, അവിടെ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഗതിവേഗം പോലും കുറയത്തക്ക രീതിയിലുള്ള പ്രഖ്യാപനമാണ് മുഖം രക്ഷിക്കാനായി ആരോഗ്യമന്ത്രി നടത്തിയത് എന്നത് എത്ര അപലപനീയമായ
അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എത്ര മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ്. അവിടെ നടന്നതായ സംഭവങ്ങളുടെ ഗൗരവത്തെ കുറച്ച് കാണിച്ചപ്പോൾ സ്വാഭാവികമായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ അല്പം കാലതാമസം ഉണ്ടാക്കി. ഒന്നുകൂടെ കാണണം, അവിടെ ഈ സംഭവം നടന്നതിന് ശേഷം 2.5 മണിക്കൂർ കഴിഞ്ഞാണ് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത്. ആരംഭിക്കുമ്പോഴാണ് ഈ പറയുന്ന ആരോഗ്യമന്ത്രി അവിടെ ചെന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, 1-2 പേർക്ക് എന്തോ പോറലുണ്ടായിട്ടേ ഉള്ളൂ, സാരമായ പരിക്കുകളില്ല എന്നൊക്കെ നിങ്ങളുടെ മാധ്യമങ്ങൾ തന്നെ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ വാക്കുകൾ ഇപ്പോഴും നിങ്ങളുടെ ആർക്കൈവ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ആക്കം കുറയ്ക്കുക ആണ് യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി അവിടെ ചെയ്തത്. അതിനുശേഷം മന്ത്രിസഭയിലെ മറ്റൊരംഗമായ കോട്ടയം സ്വദേശിയായ ശ്രീ VN വാസവൻ പറഞ്ഞതും ഇത് തന്നെ ആവർത്തനമായിരുന്നു. അദ്ദേഹം വളരെ ഉദാസീനമായാണ് പറഞ്ഞത്. ആ കെട്ടിടം ആരും ഉപയോഗിക്കുന്നതല്ല, അവിടെ ഈ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ പറഞ്ഞ ഒരു രണ്ടാമത്തെ മന്ത്രിയാണ് ഈ VN വാസവൻ എന്ന് പറയുന്ന കോട്ടയത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി. അപ്പോൾ നോക്കണം, അവിടെ ആകമാനമായി നടന്ന രക്ഷാപ്രവർത്തനങ്ങളെ പോലും പുറകോട്ടടിക്കുന്ന രീതിയിലായിരുന്നു ഈ 2 മന്ത്രിമാർ കാര്യങ്ങൾ ഒന്നുകിൽ അറിയാതെ അല്ലെങ്കിൽ ബോധപൂർവം കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ നിന്ന് മറച്ചു വെക്കാൻ. ഇവിടെ മന്ത്രിമാർ പരസ്പരം മത്സരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആ ദുരന്ത മുഖത്ത് നിന്ന് പറഞ്ഞത് ആ കെട്ടിടം ഉപയോഗിക്കുന്നതായിരുന്നില്ല, അവിടെ ആരും അകപ്പെട്ടിട്ടില്ല, 2 സ്ത്രീകൾ ഈ അപകടത്തിൽപ്പെട്ടവരെ വളരെ നിസ്സാര പരിക്കുകളോടെ പുറത്തെത്തിച്ചു, മറ്റപകടങ്ങളൊന്നുമില്ല എന്നു പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇങ്ങനെ മാറി മാറി തങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ആരോടാണ് യഥാർത്ഥത്തിൽ കരുതൽ എന്നുള്ളത് ആ മണിക്കൂറിൽ വ്യക്തമായി. അതല്ലാതെ അതിനുള്ളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ, എത്ര പേർ അതിനുള്ളിൽ കയറിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനോ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനോ അവർ ശ്രമിച്ചതേയില്ല. അതിനു പകരം ഇത് ഉപയോഗശൂന്യമായി കിടന്നതാണ് എന്ന് പല ആവർത്തി പറഞ്ഞുകൊണ്ട് അവർ വളരെ വളരെ ഇന്നോസെന്റ് ആണ് ഈ കാര്യത്തിൽ എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമാണ് ഇവർ 2 പേരും പ്രാഥമിക ഘട്ടത്തിൽ നടത്തിയത്. അതുതന്നെയല്ലേ അങ്ങ് ഏറ്റവും ഗുരുതരമായ ഒരു വിശേഷണം ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു പക്ഷേ അല്പം കൂടി ഈ വിഷയത്തെ ഗൗരവമായി എടുത്ത് വളരെ പെട്ടെന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നുവെങ്കിൽ ആ മനുഷ്യജീവനെ അവിടെ രക്ഷിക്കാമായിരുന്നു. കാരണം 2.5 മണിക്കൂർ ആ കെട്ടിടക്കൂനകൾക്കിടയിൽ കിടന്ന് ശ്വാസം മുട്ടി ഇഞ്ചിഞ്ചായി ആ പാവപ്പെട്ട വീട്ടമ്മ മരിക്കില്ലായിരുന്നു. അപ്പോൾ മന്ത്രിമാർ അവിടെ വന്ന് വിളമ്പിയത് ന്യായീകരണവും അവരുടെ ഇമേജും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രോഹിണി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മൾ കണ്ടതല്ലേ അവർ മാധ്യമങ്ങളോട് നടത്തിയതായിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ അവരെത്ര ഉദാസീനമായിട്ടാണ് പെരുമാറിയത് എന്ന് നമ്മളെല്ലാം കണ്ടല്ലോ. തുടക്കത്തിൽ പറഞ്ഞ പോലെ 2 മന്ത്രിമാരും പരസ്പരം മത്സരിക്കുകയായിരുന്നു ന്യായീകരിക്കുന്നതിന് വേണ്ടി. അതല്ലേ പറഞ്ഞു, ഒരു മന്ത്രി പറഞ്ഞു അവിടെ ആരും ഉപയോഗിക്കുന്നില്ല, അത് വേസ്റ്റ് ഇടുന്ന സ്ഥലമായിരുന്നു. മറ്റൊരു മന്ത്രി പറഞ്ഞു അവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല, 1-2 ആളുകൾക്ക് നിസാരമായ പരിക്കുകളെ ഉള്ളൂ എന്ന് പറയുമ്പോഴും രോഹിണി സൂചിപ്പിച്ചതുപോലെ ശ്വാസം ലഭിക്കാതെ ഒരു വീട്ടമ്മ ആ അവശിഷ്ടങ്ങളുടെ അടിയിൽ കിടന്നുകൊണ്ട് നെടുവീർപ്പിടുകയായിരുന്നു എന്ന് പറയുന്നത് എത്ര ഹൃദയഭേദകമായ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഒരാളിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരിയായി അവരുടെ മുഖം മിനുക്കുന്നതിനായിട്ടുള്ള ഈ തരം പ്രസ്താവനകൾ നടത്തുകയും ആളുകളെ വഴിതിരിച്ചു വിടുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നത് ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. രോഹിണി, ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് വൈകുന്നേരം എന്താണ് സംഭവിച്ചത്? ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ആ സംഭവം നടന്ന സ്ഥലം സന്ദർശിക്കുന്നതായി നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്ക് കാണുവാനിടയായി. അദ്ദേഹം അവിടെ 5 മിനിറ്റാണ് അവിടെ ചെലവഴിച്ചത്. ആ 5 മിനിറ്റ് ചെലവഴിച്ചപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടോ അവിടുത്തെ ജീവനക്കാരോടോ അവിടെ രോഗികളായി കിടക്കുന്ന പേരിനെങ്കിലും 1-2 ആളുകളോടോ ഏതെങ്കിലും തരത്തിൽ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ വന്നതിനേക്കാൾ വേഗത്തിൽ മടങ്ങിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ നാം എല്ലാവരും കണ്ടത്? അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 2 മന്ത്രിമാരല്ലേ രോഹിണി പറഞ്ഞതുപോലെ അല്പം മുമ്പ് നടത്തിയ ന്യായീകരണങ്ങൾ? ഇത്രയും മനുഷ്യത്വരഹിതമായി ഒരു മന്ത്രിക്കോ ഒരു മുഖ്യമന്ത്രിക്കോ എങ്ങനെ പെരുമാറാൻ കഴിയും എന്നുള്ളത് നമ്മെ ആകെ അത്ഭുതപ്പെടുത്തുന്നതാണ് രോഹിണി, എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ആവർത്തിക്കട്ടെ, ഇതിനകത്ത് ഞാൻ രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സർക്കാർ ആശുപത്രികളിൽ അഭയം തേടുന്ന ആളുകളുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം.
പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ പോകാൻ കഴിവില്ലാത്തവരാണ്. സാധാരണപ്പെട്ട ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ അഭയം തേടുന്നത് എന്നത് പരമമായ യാഥാർത്ഥ്യമാണ്. ഒന്നോർക്കണം, ഈ മരിച്ചുപോയ ആ വീട്ടമ്മയുടെ മകൾ അവിടെ സർജറിക്ക് വിധേയമായി അവിടെ കിടക്കയിൽ കിടക്കുകയാണ്. അമ്മ കുളിക്കാൻ പോയി, കാണാതെ വന്നപ്പോൾ ഈ പറയുന്ന മകൾ വിളിക്കുന്നു ടെലിഫോണിൽ. അപ്പോൾ അടുത്ത് നിൽക്കുന്നവരോട് പറയുകയാണ്, അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്തൊരു ദയനീയമായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മുടെ മുൻപിൽ തെളിയുന്നത്. ആ അമ്മ അപ്പോൾ ആ അവശിഷ്ടങ്ങളുടെ ഇടയിൽ കിടന്നുകൊണ്ട് ശ്വാസം എടുക്കുകയായിരുന്നു. അത് അന്ത്യശ്വാസമായി തീർന്നപ്പോഴാണ് കഥ ഒരു വട്ടത്തിൽ അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയതായിട്ടുള്ള മന്ത്രിമാർ അവിടെ ഏതെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്നതിനാണോ ശ്രമിച്ചത്, മറിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടുവന്നപ്പോൾ അതിന്റെ ആക്കം കുറയ്ക്കുന്നതിനാണോ ശ്രമിച്ചത്? ഇവർ മനുഷ്യരാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഒരു നിമിഷം പോലും ഇവർ തീർച്ചയായും ശ്രീ ജെ ജോർജ്